Welcome to Riya's Daily Journey. So this is Monday evening. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചോറിനും ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാധാ ഒരു ചിക്കൻ കറി. ഓക്കെ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കാം. അപ്പോൾ എനിക്കുള്ളതാണ് ഞാൻ എടുക്കുന്നത്. ഹസ്ബൻഡിനും മോൾക്കും ഉള്ളത് ഞാൻ മാറ്റി വെക്കുവാണ്. അവർ എത്താൻ ഒത്തിരി വൈകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചായ ചൂടാറുന്നതിന് മുമ്പ് അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ അടുക്കളയുടെ ബാക്കിൽ തന്നെ തോടാണുള്ളത് കേട്ടോ. നമ്മുടെ തോട് തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാനായിട്ട് തന്നെ നല്ല രസമാണ്. നല്ല കാറ്റാണ് അവിടെ നിന്ന് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചോപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, ചോപ്പറിലിട്ട്. ദെൻ അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വേഗം പണി കഴിയുമല്ലോ. എനിക്കിങ്ങനെ കുറേ നേരം നിൽക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്തത് പാത്രത്തിലോട്ട് മാറ്റുന്നു. അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ ഞാൻ അതിലിട്ട് തന്നെ ചോപ്പ് ചെയ്യുന്നു. അപ്പോൾ വേഗം നമ്മുടെ പണി കഴിയും, അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ സൈഡിൽ തന്നെ ഒരു വേപ്പ് മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വേപ്പില എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഏകദേശം റെഡിയായി. ഇനി അതിലോട്ട് നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സവാള ഒന്ന് വഴണ്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം എടുത്ത് വെക്കുവാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ പൊടികളൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ദെൻ മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി ഒരു 3 സ്പൂൺ കേട്ടോ. വേറെ ഒന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുവാണ്. അങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്ന നേരത്ത് ആമിമോള് വന്നു. അപ്പോൾ അവൾക്ക് ഞാൻ കേക്ക് കൊടുത്തു. ജിനി ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ജിനി ആൻറ്റി അവൾക്ക് കേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കഴിക്കുവാണ്. അപ്പോൾ അവൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറിയിലോട്ട് തക്കാളിയും ഉരുളക്കിഴങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം വെന്ത് നല്ല ചുമന്ന കളറായി. അപ്പോഴേക്കും ഞാൻ കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്തു. നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചു. അപ്പോൾ ചിക്കൻ കറി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം 1 സ്പൂൺ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ, ഇറക്കണതിന് മുമ്പായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.